പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിതീഷ് തൊള്ളത്തുവയൽ. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാല് വായാട്ടുപറമ്പ് കവലയിലെ 1 ഹെക്ടറിലധികം തോട്ടത്തിലേക്ക് നെറ്റ്സർഫിന്റെ വളപ്പ് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട വിനിച്ചേട്ടന്റെ കൂടെയാണ്. വിനിച്ചേട്ടൻ കഴിഞ്ഞ ഒരു 8 മാസക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം മാത്രമാണ് റംബൂട്ടാൻ, അതുപോലെ തന്നെ കപ്പ, ജാതി, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വിളകളിലൊക്കെ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ഇന്നിപ്പോ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. വിനിച്ചേട്ടന്റെ അനുഭവങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഉപയോഗിക്കുന്നതിന് അതിന് മിക്സ് ചെയ്യുന്നതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. തീർച്ചയായിട്ടും വിനിച്ചേട്ടനാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിനിച്ചേട്ടന്റെ ഒരു വ്യക്തി മാത്രമാണ് ഈ 1 ഹെക്ടറിലധികം തോട്ടത്തിലേക്ക് വെറും 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ വളപ്രയോഗം ചെയ്ത് ചേട്ടായി ഒന്ന് സൗണ്ട് വന്നു കഴിഞ്ഞാൽ വിനിച്ചേട്ടൻ ഒറ്റയ്ക്കാണ് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ ഒരു തോട്ടത്തിലേക്ക് വളപ്രയോഗം ചെയ്തു വരുന്നത്. തീർച്ചയായിട്ടും വിനിച്ചേട്ടൻ ഇവിടെ ഒരു 50 ലിറ്ററിന്റെ ക്യാനിലേക്ക് അദ്ദേഹത്തിന് ആവശ്യമായ രീതിയിലാണ് അദ്ദേഹം വളപ്രയോഗം ചെയ്യുന്നത്. ഓരോ ദിവസം രാവിലെ കുറച്ചായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു 50 ലിറ്ററിന്റെ ബാരലിലേക്ക് നമ്മൾ വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും 100 ml എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ എടുത്തിരിക്കുന്ന നൈട്രജൻ ആണ്. നമുക്കറിയാം അന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. സസ്യത്തിന് ആവശ്യമായ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി കൊടുക്കുവാനുള്ള മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു 100 ml വിനിച്ചേട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം നൈട്രജൻ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സസ്യങ്ങൾക്ക്. അപ്പൊ ആ ഒരു നൈട്രജനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നാച്ചുറൽ ആയിട്ട് നമുക്ക് രാസവളം കൊടുക്കുമ്പോൾ പൊതുവെ ഞങ്ങൾ പറയാറുണ്ട് അത് ഒരു വെന്റിലേറ്ററിൽ മനുഷ്യനെ കിടത്തുന്ന വെന്റിലേറ്റർ കല്ല് ഒഴിച്ചിട്ട് കിടക്കണം. നമ്മള് വെന്റിലേറ്ററിൽ മനുഷ്യനെ കിടത്തുന്ന തുല്യമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലല്ലാതെ നമുക്ക് ഓർഗാനിക് ആയിട്ട് നമ്മുടെ സസ്യങ്ങൾക്ക് ആവശ്യമായ കൃത്യമായ മൂലകങ്ങളെയും ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങളെയും വളപ്രയോഗവും ഗ്രോത്തും എല്ലാം എത്തിക്കുന്നു. രണ്ടാമത്തെ പ്രധാന മൂലകങ്ങളായ ഒന്നാണ് നമ്മുടെ ബയോഫിറ്റിന്റെ പി എന്ന് പറയുന്ന ഫോസ്ഫേറ്റ്. നമുക്കറിയാം ഫോസ്ഫേറ്റ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകൾ അടങ്ങിയ നമ്മുടെ ഈ ഉൽപ്പന്നത്തെ 100 ml എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ 50 ലിറ്ററിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതും മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകന് മനസ്സിലാവും ഇത് യൂറിയ മഷൂറി പൊട്ടാഷ് എന്ന് പറയുന്നതാണ്. ആ യൂറിയ മഷൂറി പൊട്ടാഷ് എന്ന് പറയുന്ന രാസവളം അല്ലാതെ ഓർഗാനിക് ആയിട്ട് നാനോ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ അതിപ്രധാനമായ മറ്റൊരു മൂലകമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. കാലിയം എന്ന രാസവളത്തിൽ അറിയപ്പെടുന്ന പൊട്ടാഷിനെയും 100 ml എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ചുരുങ്ങിയ ചെലവിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ തന്നെ 24 സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ 10 ലക്ഷത്തിലധികം വരുന്ന കർഷകർ ഉപയോഗിച്ച് ഗുണങ്ങളാണെന്ന് മനസ്സിലാക്കിയ ഉൽപ്പന്നങ്ങളെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഇക്കോസെറ്റിന്റെ അനുമതിയുണ്ട്. ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക സംഘടനയായ ഇക്കോസെറ്റിന്റെ അനുമതി, DSIRന്റെ അനുമതി, ഇന്ത്യൻ ഗവൺമെന്റിന്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടുകൂടി ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള NPK ആഡ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഷേത്ത് എന്ന് പറയുന്നത്, സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി. മണ്ണിന്റെ ഘടനയെ വ്യത്യാസപ്പെടുത്തുവാൻ, മണ്ണിരകളെ സ്വാധീനിക്കുവാൻ, മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഈ ഷേത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന മണ്ണിന്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുക. അതോടൊപ്പം തന്നെ കുമ്മായി ഉപയോഗിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തർ. കുമ്മായി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ് കുമ്മായം. മണ്ണിൽ കിടന്ന് ചൂട് ഉൽപ്പാദിപ്പിച്ച് മണ്ണിരകളെയും മണ്ണിന്റെ സൂക്ഷ്മമൂലകങ്ങളെയും നശിപ്പിക്കുന്ന പദാർത്ഥമാണ്. ഈ കുമ്മായം പോലും ഉപയോഗിക്കാതെ നമുക്ക് ഷേത്ത് എന്ന് പറയുന്ന ഉൽപ്പന്നത്തെ ഉപയോഗിക്കുകയും അതിലൂടെ നമുക്ക് കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് സസ്യത്തിന്റെ റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന സ്റ്റിംറിച്ചിനെയും 100 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 50 ലിറ്റർ വെള്ളത്തിലേക്ക് 100 ml എന്നുള്ള രീതിയിലേക്ക് ഇതിന്റെ വിനിച്ചേട്ടൻ ആഡ് ചെയ്യാണ്.
ഇത് മാത്രം കഷായത്തിന്റെ കളറുണ്ട്. കഷായം പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ ഇതൊരു ടോണിക്കാണ്. ടോണിക്കാ ഒരു മനുഷ്യന് വേണ്ട ഒരു ആയുർവേദത്തിന്റെ ഒരു ടോണിക് പോലെ നമ്മൾ സസ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ സ്കിം റിച്ച് എന്ന് പറയുന്നത്. അത് വേരുകളെ പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഇലകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരേ സമയം പുഷ്പിക്കാൻ വേണ്ടി കായ്ക്കാൻ വേണ്ടി ഒരേ ക്വാളിറ്റിയുള്ള കായ്കൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് സ്കിം റിച്ച്. എന്നിങ്ങനെ പ്രധാന മൂലകങ്ങൾക്ക് വേണ്ടി NPK, സൂക്ഷ്മ മൂലകങ്ങൾക്കും 5 ടൺ കാലിവെള്ളത്തിനും pH കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഷേത്ത്, ഗ്രോത്ത് പ്രൊമോട്ടറിന് വേണ്ടിയിട്ടുള്ള സ്കിം റിച്ച് എന്നിവ 100 ലിറ്റർ 50 ലിറ്ററിലേക്ക് 100 ml എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ക്ലോക്ക് ബേസിലാണ്. കർഷകർക്ക് വേണ്ടി കുറെ ബാക്ടീരിയസ് ഇങ്ങനെ കൂട്ടി ഇളക്കും നമ്മള് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കൾച്ചറായിട്ട് പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്യാറുണ്ട് അല്ലെ, ജീവാണുക്കൾ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം? അതൊന്നും ഇല്ലാതെ നമുക്കിത് വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക, എടുക്കുക, അത് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വിൻചേട്ടൻ ഒരു കഴിഞ്ഞ 8 മാസമായിട്ട് യൂസ് ചെയ്തിട്ട് ഗുണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? 10 മാസമായി. അപ്പൊ അടുത്ത തവണത്തേക്കില്ല, 3ാമത്തെ തവണത്തേക്കുള്ള വളപ്രയോഗം ഇവിടെ ചെയ്യാൻ വേണ്ടി പോവാം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളോട് വിൻചേട്ടന്റെ ഒരു അഭ്യർത്ഥന കൂടെ ഒന്ന് നമുക്ക് നോക്കാം. എപ്പോഴും വിൻചേട്ടൻ പറയുന്നതാണ്, എങ്കിലും ഈ ഒരു വളം മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം കർഷകരോടുള്ള ഒരു അഭ്യർത്ഥന, ഈ വളങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം. എന്റെ അഭിപ്രായത്തിൽ വളരെ അടിപൊളിയാ. ഞാൻ ഫുൾ ഫിറ്റ് ആണ് ഈ വളം ഉപയോഗിക്കുന്നതുകൊണ്ട്. വിളകൾക്ക് ഫിറ്റ് ആണ് ബയോഫിറ്റിന്റെ വളങ്ങൾ അല്ലെ? ആ ക്യാപ്ഷൻ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോ കർഷകർ ഇതാ കൈകോർക്കുകയാണ് നമ്മുടെ കൂടെ. തീർച്ചയായിട്ടും നിങ്ങൾക്കും നമ്മുടെ കൂടെ കൂടാം. പുതിയ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾക്ക് ഏത് സമയത്ത് ഞങ്ങൾ വിളിക്കാം. ഇവിടെ വിനിച്ചേട്ടന് എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് എവിടെയും നമ്മൾ അയച്ചു തരാൻ നിങ്ങൾ തയ്യാറാണ്. അതിനുള്ള GST ബില്ലോട് കൂടിയ നിങ്ങളുടെ പേരിലടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ മുഴുവൻ ലഭിക്കും എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. പുതിയൊരു വിപ്ലവത്തിനെ നമുക്ക് കാണാം. ഇതിപ്പോ റംബുട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള വിളകൾക്ക് പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ അന്ന് പറയാൻ പറ്റും. അത് സാറ് പറഞ്ഞില്ലേ 2 മാസം കഴിഞ്ഞ ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ പൈസ റീഫണ്ട് ചെയ്ത് വരുന്നു. തീർച്ചയായും ആ ഒരു കാര്യം കർഷകർക്ക് അങ്ങനെ ഒരു വളം ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല. ഞാനത് യൂസ് ചെയ്തപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഞാൻ 5 വർഷമായിട്ട് ഈ ഒരു വളങ്ങൾ മാത്രം യൂസ് ചെയ്യുന്നതാണ്. 4 വർഷമായിട്ട് 3 വർഷമായിട്ട് 2 വർഷമായിട്ട് 1 വർഷമായിട്ടും തുടർച്ചയായിട്ട് ഇതേ വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്, മറ്റു വളങ്ങളൊന്നും യൂസ് ചെയ്യാതെ. അപ്പൊ അത്തരത്തിലുള്ള നിങ്ങൾ മറ്റു വളങ്ങൾ വാങ്ങി ഇന്നിപ്പോ ജൈവവളങ്ങൾ വരുമ്പോൾ ടയറിന്റെ കരി പോലും വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു വളങ്ങൾ വരുമ്പോ പലതരത്തിലുള്ള വേസ്റ്റ് ഇപ്പൊ മണലാ വരുന്നത്. അതെ, മണലും അതുപോലെ തന്നെ കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ പദാർത്ഥം ഒന്നും ഉപയോഗിക്കാതെ പുതിയൊരു സംസ്കാരത്തെ പടുത്തുയർത്താം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയുമായി. എല്ലാ വിളകൾക്കും ഫിറ്റായ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവൂ. പുതിയൊരു മാറ്റത്തിനായി നമുക്ക് കൈകോർക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിൻചേട്ടനുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.